തീപിടുത്തമുണ്ടായ ഒരു മാസം പിന്നിട്ടിട്ടും പ്രവർത്തന സജ്ജമാകാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ട്രോമ ICU വിഭാഗങ്ങൾ തുണികെട്ടി മറച്ചാണ് താൽക്കാലിക ICU വാർഡ് പ്രവർത്തിക്കുന്നത്. കാഷ്വാലിറ്റിയിലെത്തുന്ന രോഗികൾക്ക് ICU ബെഡുകൾ നൽകാൻ കഴിയുന്നില്ലെന്ന പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി വകുപ്പ് മേധാവി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കത്തയച്ചു. ഇക്കഴിഞ്ഞ മാർച്ച് 17-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായത്. 36 ബെഡുകളുള്ള സർജിക്കൽ ട്രോമ ICU വാർഡുകളാണ് ഒഴിപ്പിച്ചത്. ഒരു മാസം കഴിഞ്ഞിട്ടും വാർഡുകൾ പ്രവർത്തന സജ്ജമാക്കാനായില്ല. നിലവിൽ 7-8 വാർഡുകളിൽ മുണ്ടു വലിച്ചുകെട്ടിയാണ് സർജിക്കൽ ട്രോമ കെയർ വാർഡുകൾ പ്രവർത്തിക്കുന്നത്. കാഷ്വാലിറ്റിയിൽ ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്ക് ICU ബെഡുകൾ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഗുരുതര പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് സർജിക്കൽ വകുപ്പ് മേധാവി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും കത്ത് നൽകി. കാലതാമസത്തിന് പിന്നിൽ PWD ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം ക്ലിയറൻസ് നൽകാത്തതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ യോഗം വിളിച്ചു. വകുപ്പ് മേധാവിമാരും സൂപ്രണ്ടും ഇലക്ട്രിക്കൽ PWD ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.